അന്നവൾ നേരത്തെ സ്കൂളിൽ നിന്ന് പോന്നു. വീട്ടിലെത്തി, മുകൾ തട്ടിലെത്തി. അങ്ങനെ നോക്കിയിരുന്നു. അവിടെ നിന്ന് കാണാം രാവിലത്തെ സംഭവത്തിന് സാക്ഷ്യം വഹിച്ച ആ കാട്ടുപൊന്തയും തടാകതീരുമില്ല. രാവിലത്തെ സംഭവം ഓർത്തപ്പോൾ പെട്ടെന്ന് അവൾ ഭർത്താവിനെ കുറിച്ച് ഓർമ്മിച്ചു. നല്ലൊരു മനുഷ്യനായിരുന്നു. കല്യാണം കഴിഞ്ഞ് 1 വർഷം കഴിഞ്ഞപ്പോൾ തനിക്കൊരു കുഞ്ഞിനെ കിട്ടി. ആ കുഞ്ഞിന് 1 വയസ്സായപ്പോ അതിന്റെ അച്ഛൻ കാട്ടിൽ വേട്ടയ്ക്ക് പോയി. പിന്നെ തിരികെ വന്നില്ല. അന്വേഷിച്ചു പോയവർ കൊണ്ടുവന്നത് ആ മനുഷ്യൻ ഉപയോഗിച്ച തോക്ക് മാത്രമാണ്. അതോടുകൂടി അവസാനിച്ചു തന്റെ ദാമ്പത്യ ജീവിതം. തന്റെ ദാമ്പത്യ ജീവിത മറുപാടി വരണ്ടുണങ്ങിക്കഴിഞ്ഞിരിക്കുന്നു. ഇപ്പോൾ ആ മകന് 8 വയസ്സ് പ്രായമുണ്ട്. 8 വയസ്സുള്ള മകനും സ്കൂളിലെ ജോലിയും മാത്രമാണ് ഇപ്പോൾ അവളെ ലോകവുമായിട്ട് ബന്ധിക്കുന്ന 2 ചങ്ങലക്കണ്ണികൾ. ഇന്നിതാ തന്റെ ദാമ്പത്യ ജീവിത മലർവാടി വീണ്ടും ഒന്ന് പൊട്ടിക്കിടക്കുന്ന ലക്ഷണം. വസന്ത ജീവിത വനികയിലിത മടങ്ങി വന്നുവോ വസന്ത ഭംഗികൾ. വരണ്ട ജീവിത വനികയിലിത മടങ്ങി വന്നുവോ വസന്ത ഭംഗികൾ. വൃഥാവിലാണു നീ വിചാരധാരകൾ കൊതിച്ചിടേണ്ട നീ അനർഹസിദ്ധികൾ അനർഹസിദ്ധികൾ. ഇല്ല പാർവതി, ദേവയ്യ നിന്റെ കാമുകനാകാൻ പോകുന്നില്ല. വൃഥാവിലാണു നീ വിചാരധാരകൾ കൊതിച്ചിടേണ്ട നീ അനർഹസിദ്ധികൾ അനർഹസിദ്ധികൾ. ഇല്ല, ദേവയ്യൻ ഒരിക്കലും നിന്റെ കാമുകനാൻ പോകുന്നില്ല. അങ്ങനെ ആലോചിച്ചിരുന്ന് രവി പോയി മറഞ്ഞതും സ്വയം ഭുവനം ചന്ദ്രികയാൽ നിറഞ്ഞതും അവൾ പാർവതി ഓർത്തതില്ല താൻ അവിടെ താൻ തനിയെ ഇരിപ്പതും. ആരോ താഴെ വാതിൽ തട്ടിയതുപോലെ. അതെ, ആരോ വാതിൽ തട്ടി വിളിക്കുന്നു. അവൾ വേഗം താഴെ ചെന്നു. വിളക്ക് കൊളുത്തി, വാതിൽ തുറന്നു, മുറ്റത്തിറങ്ങി, വിളക്ക് ഉയർത്തിപ്പിടിച്ചു നോക്കി. അവിടെ ആരുമില്ല. ഇല്ല, ആരുമില്ല. അല്ലല്ല, ആ മരച്ചുവട്ടിൽ ഒരാളുണ്ടല്ലോ. അയാൾ എങ്ങോട്ട് വരുന്നു? തന്റെ അടുത്തേക്ക്. അയാൾ അടുത്ത് വന്നു. അയ്യോ ദേവയ്യൻ, ദേവയ്യൻ, നിങ്ങൾ അതിന് ഇവിടെ വന്നു? ഞാൻ ഒറ്റയ്ക്ക് എന്റെ വീട്ടിൽ ഇങ്ങനെ ഇരിക്കുമ്പോ ഈ ആ സമയത്ത് നിങ്ങൾക്ക് ഒറ്റയ്ക്ക് കയറുന്നത് ശരിയായില്ല. പോകൂ, പോകൂ മിസ്റ്റർ ദേവയ്യൻ, പോകൂ. ക്ഷമിക്കണം, ഞാനിങ്ങനെ കയറി വന്നത് തെറ്റാണ്. എനിക്ക് മനസ്സിലായി, ഞാൻ തെറ്റാണ് ചെയ്തത്. ഞാൻ തിരികെ പോകുന്നു. മാപ്പ് ചോദിക്കുന്നു. തിരികെ പോകുന്നു. മിസ്റ്റർ സേ, ഞാനിങ്ങനെ കയറി വന്നത് തെറ്റാണ്. ഞാൻ പോകുന്നു. എനിക്ക് 1 നിമിഷം. ഇല്ല, ഞാൻ ചെയ്തത് തെറ്റാണ്. ഞാൻ പോകുന്നു. മിസ്റ്റർ സേ, എനിക്ക് ഒരു മിനിറ്റ്. ഇല്ല, ഞാൻ പോവുകയാണ്. ഞാൻ ചെയ്തത് തെറ്റാണ്. എനിക്ക് നിങ്ങൾ 1 നിമിഷം അനുവദിക്കുമെങ്കിൽ ഒരു കാര്യം പറയാനുണ്ട്. പാർവതി മിണ്ടിയില്ല. മിസ്റ്റർ സേ, നിങ്ങൾ എന്തൊരു സ്ത്രീയാണ്. ഈ കുടകുനാടിന് സൗന്ദര്യം ആസ്വദിക്കാൻ നിങ്ങൾക്ക് കൊതിയില്ലേ? നിലാവ് കുളിച്ചു നിൽക്കുന്ന ഈ വസന്ത ഭംഗി ആസ്വദിക്കാൻ നിങ്ങൾക്ക് കൊതിയില്ലേ? അകത്ത് കയറി അതോടെ ചിരിക്കല്ലേ? വരൂ മിസ്റ്റർ. പാല് പോലുള്ള പൂനിലാവിൽ പാരിടം കുളിരേലവേ പാർവതി നീയുമൊത്തു പാടിൽ പാടിയാടുവാൻ വന്നു ഞാൻ. പാർവതി നീയുമൊത്തു പാടിൽ പാടിയാടുവാൻ വന്നു ഞാൻ. നീ വരൂ വരൂ താഴ്വരയിൽ പാറമേൽ പോയിരുന്നിടാം. നീ വരൂ വരൂ താഴ്വരയിൽ പാറമേൽ പോയിരുന്നിടാം. വരൂ മിസ്റ്റർ. ഒരു സ്വപ്നത്തിലെന്ന പോലെ, ഒരു സ്വപ്നാടകയെ പോലെ അവൾ അയാളുടെ പിന്നാലെ ചെന്നു. രണ്ടുപേരും ആ തടാകതീരത്തുള്ള പാറപ്പുറത്തിരുന്നു. ചന്ദ്രക്കല ആ തടാകത്തിൽ ഭംഗിയായി പ്രതിബിംബിച്ചിരിക്കുന്നു. അയാൾ അക്കാട്ട് ബന്ധിച്ചിരുന്ന് പൂവെറുത്തു. അവിടെ മുടിയെ ചൂടി. അവിടെ ചുമലിൽ തലോടിക്കൊണ്ട് പറഞ്ഞു, മിസ്റ്റർ സേ, നിങ്ങൾക്ക് ഇഷ്ടമായാലും ഇല്ലെങ്കിലും ഇന്നു മുതൽ ഞാൻ നിങ്ങളൊരു പുതിയ പേരിട്ട് വിളിക്കാൻ പോവാണ്. പുള്ളിമാൻ. പുള്ളിമാൻ. വള്ളിക്കുടിലെ പുള്ളിമാനെ, തുള്ളിക്കളിക്കുന്ന പുള്ളിമാനെ. പള്ളിക്കുടിലെ പുള്ളിമാനെ, തുള്ളിക്കളിക്കുന്ന പുള്ളിമാനെ. സ്നേഹിപ്പു നിന്നെ ഞാൻ എത്രമാത്രം, സ്നേഹിപ്പു ചൊല്ലാൻ എനിക്കു മേല. സ്നേഹിപ്പു നിന്നെ ഞാൻ എത്രമാത്രം, സ്നേഹിപ്പു ചൊല്ലാൻ എനിക്കു മേല. പള്ളിക്കുടിയിലെ പുള്ളിമാനെ, തുള്ളിക്കളിക്കുന്ന പുള്ളിമാനെ. പിന്നെ എത്ര പ്രാവശ്യം അവനെ പാട്ടുപാടി, എത്ര പ്രാവശ്യം അവളത് കേട്ടു എന്ന് രണ്ടുപേർക്കും നിശ്ചയമില്ല. പാടുന്നതിനും കേൾക്കുന്നതിനും രണ്ടുപേർക്കും മടുപ്പില്ല.
കുറച്ചു ദിവസം കഴിഞ്ഞപ്പോൾ കുടക് നാട്ടിൽ പാർവതിയും ദേവയ്യനും സംസാര വിഷയമായി. ദിവസം ക്ലാസ്സിൽ കയറി ചെന്നപ്പോ ബോർഡിൽ ഒരു പാട്ട് എഴുതിയിട്ടിരിക്കുന്നു. കുട്ടികൾ ആരോ ചോക്ക് പീസ് വെച്ച് എഴുതി വെച്ചിരിക്കുന്നു. പള്ളിക്കുടിയിലെ പുള്ളിമാനെ, തുള്ളിക്കളിക്കുന്ന പുള്ളിമാനെ, സ്നേഹിപ്പൂ നിന്നെ ഞാൻ എത്രമാത്രം, സ്നേഹിപ്പൂ ചൊല്ലാൻ എനിക്കു മേല. സന്ദർഭം കാണിച്ച് അർത്ഥം എഴുതുക. അവർക്കത് ഇഷ്ടമായി. നാട്ടുകാരറിയട്ടെ താൻ ദേവയ്യന്റെ കാമുകിയാണെന്ന കാര്യം എല്ലാവരും അറിയട്ടെ. ഇപ്പൊ ദേവയ്യൻ ദിവസവും വീട്ടിൽ വരാറുണ്ട്. ഇപ്പൊ ദേവയ്യൻ വീട്ടിൽ വന്നില്ലെങ്കിൽ അവർക്ക് വല്ലാത്ത ദുഃഖമാണ്. 4 ദിവസമായിട്ട് ദേവയ്യനെ കാണുന്നില്ല. അവിടെ മനസ്സിൽ ആ താരമ്പന്റെ കൂരമ്പിന്റെ വേദന ആരംഭിച്ചിരിക്കുന്നു. കാമദേവന്റെ കൂരമ്പിന്റെ വേദന ആരംഭിച്ചിരിക്കുന്നു. വരുന്നുണ്ട്. അതാ ദേവയ്യൻ വരുന്നു, ദേവണ്ണം വരുന്നു. ഇപ്പോൾ അവൾ ദേവണ്ണം എന്നാ വിളിക്കുന്നത്. 2 വയസ്സിന് ഇളയതാണ് അയാൾ. എങ്കിലും ഇരിക്കട്ടെ, ദേവണ്ണം വരുന്നു. ദേവണ്ണ അല്ലല്ലോ, പോസ്റ്റ്മാൻ. മിസ്റ്റർസേ, നിങ്ങൾക്കൊരു ടെലഗ്രാം ഉണ്ട്, ഒന്ന് ഒപ്പിട്ട് വരും. അവൾ വേഗം ഒപ്പിട്ട് കൊടുത്തു. കമ്മി സന്ദേശം വാങ്ങിച്ചു. അവളെ കവർ പൊട്ടിച്ചു. അയ്യോ അയ്യോ അയ്യോ, ഇതെന്താ? ഉടനെ പോണം, ഉടനെ പോണം. എന്താ മച്ചി? അച്ഛന് സുഖമില്ല, തീരെ സുഖമില്ല, കൂടുതലാണെന്ന് എഴുതിയിരിക്കുന്നു. 100 മൈൽ അകലെയാണ് സിദ്ധപുരത്ത് അവളുടെ അച്ഛന്റെ നാട്ടിൽ. അവൾ വേഗം കുഞ്ഞിനെയും കൊണ്ട് ആ നാട് വിട്ടു. സിദ്ധപുരത്ത് അവൾ വണ്ടി ഇറങ്ങി, അതിവേഗം നടന്നു. വീട്ടിനടുത്തെത്തുമ്പോൾ അവള് ആ മുറ്റത്തേക്ക് നോക്കുമ്പോൾ ഒറ്റനിറയെ ആൾക്കൂട്ടം. ആളുകളെ തള്ളിമാറ്റി അവൾ അകത്ത് കടന്നു. ആ വൃദ്ധൻ അവസാനത്തെ നിമിഷങ്ങളുമായി മല്ലെടുത്തു. സീതമ്മ പൊട്ടിക്കരയുന്നു. പാർവതിയെ കണ്ടവൾ ആവിട്ട് കരഞ്ഞു. അച്ഛന് സുഖമില്ല. അച്ഛാ, പാർവതി വന്നു, അച്ഛന്റെ മകള് വന്നു. അച്ഛാ. ആ വൃദ്ധൻ കണ്ണു തുറന്നു. വൃദ്ധന്റെ കണ്ണു നിറഞ്ഞു. കവളിലൂടെ കണ്ണുനീരൊഴുകി. അച്ഛാ, കരയാതിരിക്കും അച്ഛാ. വൃദ്ധൻ കൈ ഉയർത്തി. മോളെ, അച്ഛന് ഒരു സങ്കടവുമില്ല, ഒരു സങ്കടമേ ഉള്ളൂ. എന്റെ അനിയത്തിയെ അയക്കാൻ കഴിഞ്ഞില്ല. അച്ഛന്റെ പെട്ടിയില് 5000 രൂപ ഇരിപ്പുണ്ട്. അത് മോളെടുത്തു. സീതയെ കല്യാണം കഴിച്ച് അയക്കുമ്പോ അത് പകുതി അവൾക്ക് കൊടുത്തേക്കണം. സീതയെ ദുഃഖിപ്പിക്കരുത്. ഇനി അവിടെ അച്ഛനും അമ്മയും എല്ലാം പാർവതി നീയാണ്. എന്റെ മോളെ ദുഃഖിപ്പിക്കരുത്. അച്ഛാ. ആവർത്തൻ എന്നേക്കുമായി കണ്ണടച്ചു. കൂട്ടമായി നിലവിളി ഉയർന്നു, പക്ഷേ വൃദ്ധൻ കേട്ടില്ല. തിരശീല ആമുഖം മറച്ചിട്ടു. അന്തരീക്ഷത്തിൽ പുകച്ചുരുളുകൾ ഉയർന്നു. ആ ചിത കെട്ടടങ്ങി. 2 ആഴ്ച കഴിഞ്ഞ് സിദ്ധപുരത്ത് സ്വത്തുകളെല്ലാം വിറ്റ് പാർവതി അനുജത്തെയും കൂട്ടിക്കൊണ്ട് സീതമ്മയും കൂട്ടിക്കൊണ്ട് കുടകിൽ തിരിച്ചെത്തി. വന്നതിന് അടുത്ത ദിവസം ദേവയ്യൻ വന്നു. അയാളെ കണ്ടവൾ അവൾ പൊട്ടിക്കരഞ്ഞു. ദേവണ്ണ, എന്റെ ദേവണ്ണ, അച്ഛൻ, എന്റെ അച്ഛൻ. പാർവതി, ഞാനെല്ലാം അറിഞ്ഞു. എനിക്ക് വരാൻ കഴിഞ്ഞില്ല. അല്ല, ഞാനങ്ങനെ വരുന്നത് ശരിയല്ലല്ലോ. കരയാതിരിക്കൂ. ജനിച്ചവരൊക്കെ മരിക്കുമെന്നേ. ഞാനും നീയും എല്ലാരും മരിച്ചു മണ്ണടിയും. സമാധാനമായിട്ടിരിക്കൂ. അല്ല പാർവതി, അകത്താരാ നിൽക്കുന്നത്? ആ മുറിക്കുള്ളിൽ നിൽക്കുന്നവര്? അത് ഞാൻ പറഞ്ഞില്ല ദേവണ്ണ. എന്റെ അനുജത്തി സീതമ്മ. അല്ല, നിനക്ക് അനുജത്തി ഉണ്ട്, എന്നിരുന്നാ പറയാഞ്ഞത്? ഇങ്ങോട്ട് വിളിക്കൂ. സീതമ്മേ, എന്താ? പുറത്തേക്ക് വരൂ. ദേവയ്യ ഒന്ന് സിഗരറ്റ് കത്തിച്ചു. സീതമ്മേ, എന്താ? ഇങ്ങോട്ട് പുറത്തേക്ക് വരണേ. അവസാനം അവൾ വന്നു. എന്താ? ദേവയ്യൻ മറ്റെല്ലാം മറന്ന് അവളുടെ മുഖത്ത് തുറ്റുനോക്കിയിരിക്കുന്നു. എന്താ പേര്? അയാളെ പേരും മറന്നുപോയല്ലോ. എന്താ പേര്? എന്റെ പേര് പറയൂ. എന്റെ പേര് പറഞ്ഞുകൊണ്ടി. ഒന്ന് കൊഞ്ചി കഴിയാതെ പേര് പറഞ്ഞുകൊണ്ടി. എന്റെ പേര് സീതമ്മ. അവൾ അകത്തേക്കൊരു ഓട്ടം. അന്നു മുതൽ ഏതോ മനശല്യം ബാധിച്ചു പാർവതി. ഏറെ അസ്വസ്ഥയായി തീർന്നു. എത്ര നിശാചലഭങ്ങൾ ഇഴയുന്നു ഹൃത്തിൽ ദുശങ്കകളാലേ.
വൃത്തങ്ങളാലേ. സ്കൂളിൽ ചെന്നാൽ അവിടെ നിൽക്കാൻ മനസ്സില്ല, മനസാന്നിധ്യമില്ല, എപ്പോഴും സംശയം, മനസ്സിൽ സംഭ്രമം. ദേവയ്യൻ ചെറുപ്പമാണ്, വീട്ടിൽ പെണ്ണൊറ്റയ്ക്കേ ഉള്ളൂ. സീതമ്മ സുന്ദരിയാണ്, മനുഷ്യന്റെ മനസ്സാണ്. മനുഷ്യന്റെ മനസ്സെന്ന് പറഞ്ഞാൽ ഒരു മതയാനിയാണ്, അതിനെ പിടിച്ചു കെട്ടാൻ ആർക്കും കഴിയില്ല. അവൾ നേരത്തെ സ്കൂളിൽ നിന്ന് വരും, ചില പരീക്ഷണത്തിന് വേണ്ടി. സീതമ്മേ, എന്തെടുക്കുന്ന അവിടെ? ഞാൻ ഒരു പുസ്തകം വായിക്കുക. എന്ത് പുസ്തകം? ഇത് ഒരു നോവല്. വേണ്ട, നോവലും ചെറുകഥയൊന്നും വായിക്കണ്ട, ഇവിടെ അടങ്ങിയതൊക്കെ ജീവിക്കണം. അക്കനെന്തിനാ എന്നോട് ചാടിക്കാന്ന്? എടീ, അടങ്ങിയതൊക്കെ ജീവിക്കണമെന്ന്. നിന്നെ നോവലും പുസ്തകത്തോടെയാണ് ഇവിടെ വായിക്കണം. കൊണ്ടുപോയി. അക്കനെന്തിനാ എന്നോട് വഴക്ക് പറയുന്നു? മറ്റൊരു ദിവസം അവൾ കുറച്ചുകൂടെ നേരത്തെ വന്നു. സീതമ്മേ, എന്തെടുക്കുന്നു? ഞാൻ ഈ സാരി ഒന്ന് കഴുകിയിടുക. അപകടമില്ല, എങ്കിലും ഇല്ല തൻ കണ്ണിൽ പെടുന്നില്ല തല്ലുമേ, ഉള്ളിലെ തോന്നൽ പോലും, ഉള്ളിലെ തോന്നൽ പോലും. ഇല്ല തൻ കണ്ണിൽ പെടുന്നില്ല തല്ലുമേ, ഉള്ളിലെ തോന്നൽ പോലും, ഉള്ളിലെ തോന്നൽ പോലും. ഒരു ദിവസം സ്കൂളിൽ നിന്ന് മടങ്ങി വന്നപ്പോ അവിടെ മകൻ പറഞ്ഞു, അമ്മേ, ദേവണ്ണം വന്നിരുന്നു. ദേവണ്ണം വന്നിരുന്നു, ദേ ഇപ്പോഴങ്ങോട്ട് പോയതേ ഉള്ളൂ. അവിടെ വയറ്റ് തീ ആളിക്കത്തി. സീതമ്മേ, നീ വരും. മോൻ പറഞ്ഞ ശരിയാണോ? എന്ത്? ദേവണ്ണം വന്നിരുന്നു? ഓ, വന്നിരുന്നു, ഇപ്പോഴങ്ങോട്ട് പോയതേ ഉള്ളൂ. അക്കൻ വന്നോന്ന് ചോദിച്ചു, വന്നില്ലെന്ന് പറഞ്ഞ ഉടനെ പോകുകയും ചെയ്തു. അക്കൻ വന്നോന്ന് ചോദിച്ചു. അക്കൻ സ്കൂളിൽ നിന്ന് വരുന്ന സമയം ദേവണ്ണം അറിയാമല്ലോ. അപ്പൊ ഞാൻ ഇല്ലാത്ത സമയത്ത് എന്നെ അന്വേഷിച്ച് വരിക എനിക്കിഷ്ടമല്ല. ഇവിടെ വരട്ടെ, ഇന്നിവിടെ വരട്ടെ, ഞാൻ ചോദിക്കും. പക്ഷെ അന്ന് അയാൾ വന്നില്ല. അയാളുടെ നല്ല നായാട്ടുകാരനാ, ഇരയെ അറിയാതെ അതിനെ അകപ്പെടുത്താൻ സാമർഥ്യമുള്ള നല്ല നായാട്ടുകാരൻ. അന്ന് അയാൾ വന്നില്ല. 4-5 ദിവസം കഴിഞ്ഞാൽ വന്നു. രണ്ടുപേരും സാധാരണ ചിന്തിക്കുന്ന പാറപ്പുറത്ത് ചെന്നിരുന്നു. പാർവതി, നിനക്കെന്താ ഒരു ക്ഷീണം? നിന്റെ അച്ഛൻ മരിച്ചു, നീ ഇവിടെ പിന്നെ അന്ന് മുതൽ നീ ദിവസം കഴിയുന്നോറും ക്ഷണിച്ചു വരുന്നു. മുഖമൊക്കെ അങ്ങ് വാടി വിളറി. എന്തു പറ്റി നിനക്ക്? ദേവണ്ണ, അച്ഛൻ മരിക്കുമ്പോൾ എന്നെ ഒരു ചുമതല ഏൽപ്പിച്ചു. ആ ചുമതല നിർവഹിക്കാൻ അണ്ണൻ എന്നെ സഹായിക്കണം. എന്ത്? സീതമ്മയ്ക്കായി നിങ്ങൾ കൊണ്ടരേണം ശ്രീരാമനെ പോലൊരു വരനെ. സീതമ്മയ്ക്കായി നിങ്ങൾ കൊണ്ടരേണം ശ്രീരാമനെ പോലൊരു വരനെ. ഇതാണ് കാര്യം. നമ്മുടെ സീതമ്മയ്ക്ക് ഒരു ശ്രീരാമന് വേണം. ഞാൻ ഏറ്റു. നമുക്കൊരു ശ്രീരാമനെ പോലെ ഞാൻ കൊണ്ടുവരാന്നേ. സീതമ്മയ്ക്കായി നിങ്ങൾ കൊണ്ടുവരണം ശ്രീരാമനെ പോലൊരു. അയാളെ ചുമതലയേറ്റു. പക്ഷേ അത് നടക്കുന്ന കാര്യമല്ലല്ലോ. ശ്രീരാമനെ പോലെ ഒരാളെ ഉണ്ടായിരുന്നുള്ളൂ, അത് ശ്രീരാമൻ മാത്രമാണ്. ഗഗനം ഗഗനാകാരം, സാഗരം സാഗരോപവും. ആകാശത്തിന് തുല്യം ആകാശം, സാഗരത്തിന് തുല്യം സാഗരം, ശ്രീരാമന് തുല്യൻ ശ്രീരാമൻ മാത്രം. ദിവസങ്ങൾ പിന്നെയും കഴിഞ്ഞു. ശ്രീരാമൻ വന്നില്ല, ശ്രീരാമൻ മാത്രം വന്നില്ല. ഒരു ദിവസം പാർവതി അനുജത്തിന്റെ മുറിക്കകത്ത് കയറി. ഒന്ന് പരിശോധിക്കണം തോന്നി. അകത്ത് കയറി ചെന്നപ്പോ അതിനകത്ത് വാസന, നല്ല മുല്ലപ്പൂവിന്റെ വാസന. ഈ വീട്ടിൽ മുല്ലച്ചെടിയില്ല, പിന്നെങ്ങനെ മുല്ലപ്പൂ വാസന? അവളെ പെട്ടി തുറന്നു നോക്കി. അനുജത്തിന്റെ പെട്ടി. ഇതാ ഒരു മുല്ലപ്പൂ മാല. അവളാ മാല എടുത്തു. ഇതെവിടുന്ന്? സീതേ, സീതമ്മേ, ഇവിടെ വാ, ഇവിടെ വാടി. എവിടുന്നാ മാല? ഈ മാല എവിടുന്ന്? പറയടി, സത്യം പറഞ്ഞോണം, നിന്നെ ഞാൻ കൊല്ലും. എവിടുന്നാടി മാല? മാല 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 ദേവണ്ണം തന്നു. അയ്യോ അക്ക. പാർവതി അരിഞ്ഞിട്ട് കവിച്ചിട്ട് ആഞ്ഞൊരു അടി കൊടുത്തു. ദേവണ്ണം നിനക്ക് മാല തന്നടി. അതിനെ അവിടെ വരുന്നല്ലേ, ഇന്നിവിടെ വരട്ടെ, ഞാൻ ചോദിച്ചേക്കാം. മാല തന്നു. അന്ന് ആ വീട്ടിൽ അത്താഴം വെച്ചില്ല, ആരും ഒന്നും കഴിച്ചുമില്ല. രാവേറെയായി അന്നുറങ്ങീല പാർവതി, കെഴുകയായിരുന്നു അത്തഖേദം. മന്ത്രിച്ചിടുന്നു മനസാക്ഷി, നീ ചെന്ന് മാപ്പിരക്കൂ, ചെന്ന് മാപ്പിരക്കൂ. പാർവതി, നീ ആവശ്യമില്ലാതെ എന്റെ അനുജത്തെ ശിക്ഷിക്കുകയാണ്. ആ മാലയുടെ കാര്യത്തിൽ ദേവയ്യനാണ് തെറ്റുകാരനെങ്കിലോ നീ ആവശ്യമില്ലാത്ത നിന്റെ അനുജത്തെ ശിക്ഷിച്ചതല്ലേ? മന്ത്രിച്ചിടുന്നു
മനസാക്ഷി നീ ചെന്ന് മാപ്പിരക്കൂ ചെന്ന് മാപ്പിരക്കൂ. കരഞ്ഞു കരഞ്ഞ് നേരം വെളുപ്പിച്ചു. അതിരാവിലെ അന്ന് അവൾ സ്കൂളിൽ പോയി. അന്ന് അവൾക്ക് ശമ്പളം കിട്ടി. ശമ്പളം വാങ്ങി അവൾ മാർക്കറ്റിലെത്തി. അനുജത്തിയെ സന്തോഷിപ്പിക്കാൻ അവൾക്ക് വേണ്ടി ഒരു ജോഡി ലോലക്ക് മേടിച്ചു. വീട്ടിലെത്തി. സീതമ്മേ, സീതമ്മേ, എന്താക്ക നീ പുറത്തു വന്നേ? അവൾ പുറത്തു വന്നു. അവിടെ കവിൾത്തട്ടിൽ 5 വിരലിന്റെ പാട് കിടക്കുന്നു. അനിയത്തി, ഞാൻ ദേഷ്യം വന്ന് തല്ലിപ്പോയതാ, ക്ഷമിക്കണം. സാരമല്ലക്ക, അച്ഛൻ തല്ലിയതായിട്ടേ ഞാൻ കണക്കാക്കുന്നുള്ളൂ. അനിയത്തി, നിനക്ക് ഞാൻ സമ്മാനം കൊണ്ടുവന്നിട്ടുണ്ട്, ഇതാ നോക്ക്. അവൾ ആ പൊതി മേടിച്ചു നോക്കി, പൊതി അഴിച്ചു നോക്കി. ആയ്, ലോലക് 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 ലോലക്. അനിയത്തി, കൊണ്ടിന്ന് അണിഞ്ഞു നോക്ക്. സീത അകത്ത് പോയി കണ്ണാടിയുടെ മുമ്പിൽ വന്നു. അവൾ ലോലക് അണിഞ്ഞു. ഹായ്, നന്നായിരിക്കുന്നു, നന്നായിരിക്കുന്നു. അക്ക, ഇത് കൊള്ളാവോ? അനിയത്തി, ഇത് നിനക്ക് വേണ്ടി തന്നെ പണിഞ്ഞു പോലിരിക്കുന്നു. ഇങ്ങനെ പുറമേ അഭിനന്ദിച്ചെങ്കിലും നാശം, ഇത് മേടിച്ചു കൊടുക്കണ്ടായിരുന്നു. സ്വതേ സുന്ദരിയായി പെണ്ണ് ഈ ലോലക്കും കൂടെ അണിഞ്ഞപ്പോൾ ദേവകന്യകെ പോലെ ഈ മട്ടിൽ ദേവയം വന്നവളെ കണ്ടാൽ തന്റെ കാര്യം അധോഗതിയാണ്. അന്നു മുതൽ പാർവതിയും സീതമ്മയും പരസ്പരം മത്സരിച്ചണിഞ്ഞൊരുങ്ങുകയാണ് ദേവയ്യനെ സ്വാധീനിക്കാൻ. വാസരമാറേഴു മാഞ്ഞുപോയവൾ വാസക സജ്ജയായി കാണൂ, വാസക സജ്ജയായി കാണൂ. വാസരമാറേഴു മാഞ്ഞുപോയവൾ വാസക സജ്ജയായി കാണൂ, വാസക സജ്ജയായി കാണൂ. അവസാനം ദൈവയും വന്നു. രണ്ടുപേരും സാധാരണ ചെന്നിരിക്കുന്ന ആ തടാക തീരത്തുള്ള പാറപ്പുറത്ത് ചെന്നിരുന്നു. മുല്ലപ്പൂമാലയുടെ കാര്യം ചോദിക്കാൻ അവിടെ നാവിന്റെ തുമ്പത്ത് വരെ ആ ചോദ്യം വന്നാണ്. പക്ഷെ ചോദിച്ചില്ല. വേണ്ട, വെറുതെ വഴക്കുണ്ടാക്കണ്ട. പരീക്ഷണയായിരിക്കുന്ന പാർവതിയെ സമാധാനിപ്പിക്കാനായിരിക്കാം ദേവയ്യൻ തന്റെ കോട്ടിന്റെ പോക്കറ്റിൽ നിന്ന് ഒരു മുല്ലപ്പൂമാല എടുത്തു അവിടെ കഴുത്തിച്ചാർത്തി. പാർവതി, മുല്ലപ്പൂമാല നിനക്കു തന്നെ, മുല്ലപ്പൂമാല നിനക്കു തന്നെ, എന്റെ കല്യാണമാല നിനക്കു തന്നെ, മുല്ലപ്പൂമാല നിനക്കു തന്നെ. പെട്ടെന്ന് അയാൾ പാട്ട് നിർത്തിക്കളഞ്ഞു. ഇതാ ഭക്തന്മാര് പോകുന്നു തീർത്ഥാടനത്തിന്. കുടകുനാട്ടിലെ ഭക്തന്മാർ. ഗോവിന്ദ ഹരി ഹരി രാമ ഹരി ഹരി ഗോവിന്ദ ഹരി ഹരി രാമ ഹരി ഹരി ഗോവിന്ദ ഹരി ഹരി രാമ ഹരി ഹരി ഗോവിന്ദ ഹരി. ഓം നമോ നാരായണായ, ഓം നമോ നാരായണായ, ഓം നമോ നാരായണായ. ഗോവിന്ദ ഹരി ഹരി രാമ ഹരി ഗോവിന്ദ ഹരി ഹരി രാമ ഹരി. തീർത്ഥമാടാൻ തലക്കാവേരിയിൽ പോയി തീർത്ഥാടകന്മാരസംഖ്യം. തീർത്ഥമാടാൻ തലക്കാവേരിയിൽ പോയി തീർത്ഥാടകന്മാരസംഖ്യം. നേരം പുലർന്നപ്പോഴേക്ക് ആ ഭക്തന്മാരെല്ലാം അങ്ങ് മെയിൻ റോഡിലെത്തി. ഗോവിന്ദ ഹരി ഹരി രാമ ഹരി ഹരി ഗോവിന്ദ ഹരി ഹരി രാമ ഹരി ഹരി ഗോവിന്ദ ഹരി ഹരി രാമ. ഒരു കാർ വന്നു. കാറിന് ഹോണടി കേട്ട് ഭക്തന്മാർ 4 വഴിക്കും ചാടി. കാറ് പറന്നുപോയി. അതിളക്കി വിട്ട പൊടിപടലം ഭക്തന്മാരുടെ ദീക്ഷയിലെല്ലാം ചെന്നടിഞ്ഞു. ഗോവിന്ദ ഹരി ഹരി രാമ ഹരി ഹരി ഗോവിന്ദ ഹരി ഹരി രാമ ഹരി ഗോവിന്ദ ഹരി ഹരി രാമ ഹരി. ആ കാറിൽ പോയത് ദേവയ്യനും സീതമ്മയും പാർവതിയും. അവരും തീർത്ഥാടനത്തിന് പോയതാണ്. തലക്കാവിൽ പോയിട്ട് കാറിൽ പോയവർക്ക് അന്ന് തന്നെ മടങ്ങി പോരാമായിരുന്നു. പക്ഷേ ദേവയ്യൻ അവിടെ സത്രത്തിൽ മുറി വാടകയ്ക്കെടുത്ത് അവരന്ന് അവിടെ കഴിഞ്ഞുകൂടി. അടുത്ത ദിവസം പുലർച്ചയ്ക്ക് തിരിച്ചു പോകാൻ ഒരുങ്ങുമ്പോൾ ദേവയ്യൻ റെഡിയായി കാർ ചെന്നിരുന്നു. അകത്ത് പാർവതി എന്തൊക്കെയോ തിരയുന്നു. പാർവതി, വേഗമാട്ടെ, സമയം പോയി. നീ എന്തെടുക്കുന്ന അവിടെ? ദേവണ്ണനകത്തേക്ക് വന്നേ. എന്താ? ദേ സീതമ്മയുടെ ഒരു ലോലക്ക് കണ്ടില്ല. കളയാൻ പറഞ്ഞിട്ട് ഒരു ലോലക്ക് ഞാൻ മേടിച്ചുതരാം. അന്ന് വണ്ടി കയറും. അയ്യോ, ഒന്ന് വലിയ വിലയുള്ള ഞാൻ അവൾക്ക് മേടിച്ചു കൊടുത്താ. എനിക്ക് നോക്കിയെടുക്ക്. പെണ്ണുങ്ങളെയും കൊണ്ട് ഇറങ്ങി എന്നെ പറഞ്ഞാൽ മതിയല്ലോ. എത്ര നോക്കിയിട്ടും അത് കിട്ടിയില്ല. അവസാനം അത് വീക്ഷിച്ചവർക്ക് പോകേണ്ടി വന്നു. 4-5 ദിവസം കഴിഞ്ഞു. തീർത്ഥാടനത്തിന് പോയപ്പോ കൊണ്ടുപോയ മെത്തകൾ ഉണക്കാൻ പാർവതി അതെല്ലാം എടുത്തുകൊണ്ട് വന്ന് മുറ്റത്തുകൊണ്ട് ചുള്ളടിച്ചിടുകയായിരുന്നു. ദേവയ്യൻ ഉറങ്ങിയ മെത്ത ചുള്ളടിച്ചിട്ടപ്പോൾ ഇതാ കാണാതെ പോയ ആ ലോലക്ക്, സീതമ്മയുടെ ലോലക്ക് ദേവയ്യന്റെ മെത്തയിൽ. അയ്യോ ദൈവമേ, ഞാനൊന്ന് പറഞ്ഞില്ലേ? ഇതിനു വേണ്ടിയാണോ ഞങ്ങളെ കൊണ്ടുപോയത്? ഇതിനു വേണ്ടിയാണോ തീർത്ഥാടനം പറഞ്ഞ് ഞങ്ങളെ കൊണ്ടുപോയത്? എന്റെ ദൈവമേ, യാത്രാക്ഷണം കൊണ്ട് ഞാൻ ഉറങ്ങിപ്പോയി. പാർവതിക്ക് തലചുറ്റി അവൾ ആ തിണ്ണയിൽ വലിഞ്ഞു കയറി ചെന്ന് മേശപ്പുറത്ത് മുഖം ചായച്ചു.
അങ്ങനെ ഇരിക്കുമ്പോ അടുക്കളയിൽ നിന്ന പെണ്ണ് ചുട്ട കിഴങ്ങുകൾ തോലൂരിച്ചങ്ങൊരു ശുദ്ധ സ്ഫടിക പാത്രത്തിലാക്കി. അക്ക, ഈ മധുരക്കിഴങ്ങും തിന്നോക്കെ, ഞാൻ ഒത്തിരി തിന്നു, നല്ലത്. അക്കൻ മുഖം ഉയർത്തി സീതയുടെ മുഖം തുറ്റുനോക്കി. എന്തിനാ എന്നെ തുറച്ചു നോക്കുന്നത്? അവൾക്ക് സഹിക്കാനാവാത്ത സങ്കടം, അടക്കാനാവാത്ത ദേഷ്യം വന്നു. അവളെ ചില്ലുപാത്രത്തിന് ഒറ്റ അടിവെച്ചു. ആ ദൂരെ തെറിച്ചു പൊട്ടിച്ചിതറി. കടകടിയാത്ത നിന്റെ മധുരക്കിഴങ്ങ്, കടകടിയാത്ത. സീത പുറകോട്ട് ഞെട്ടി മാറി. തകർന്നു കിടക്കുന്ന ആ പാത്രത്തിന്റെ മുനയുള്ള ഒരു കഷണം സീതയുടെ നഗ്നമായ പാദത്തിൽ തറഞ്ഞു കയറിയോ. അയ്യോ, എന്റെ കാലേ, എന്റെ കാലേ. പാർവതി ഒരു അക്ഷരം വേണ്ടിയില്ല. അവൾ എഴുന്നേറ്റ് പോയി. അകത്തേക്ക് അവിടെ മുറിക്കകത്ത് വാതിലടച്ചു. സീതമ്മ തനിയാണ് ആ ചില്ലി കഷ്ണം ഊരിക്കളഞ്ഞതും കാല് മരുന്ന് വെച്ച് കെട്ടിയതും. അന്നും ആ വീട്ടിൽ അത്താഴം വെച്ചില്ല, ആരും ഒന്നും കഴിച്ചുമില്ല. മാപ്പിരക്കൂ ചെന്ന് മാപ്പിരക്കൂ രാവേറെയായി അന്നുറങ്ങീല പാർവതി. മന്ത്രിച്ചിടുന്നു മനസ്സാക്ഷി നീ ചെന്ന് മാപ്പിരക്കൂ ചെന്ന് മാപ്പിരക്കൂ. പാർവതി, നീ പിന്നെയും പിന്നെയും നിന്റെ അനുജത്തെ കാര്യമില്ലാതെ ശിക്ഷിക്കുകയാണ്, വിസ്തരിക്കാതെ ശിക്ഷിക്കുകയാണ്. ആ ലോലക്കിന്റെ കാര്യത്തിൽ അവൾ കുറ്റക്കാരി അല്ലെങ്കിലോ? ചെന്നവളോട് മാപ്പി ചോദിക്കൂ. പാർവതി എഴുന്നേറ്റ് സീതമ്മയുടെ മുറിയിലെത്തി. സീതയെ അവൾ ചരിഞ്ഞു കിടന്നുറങ്ങുന്നു. വെച്ചു കെട്ടിയ കാല് തലയണപ്പുറത്ത് കയറ്റി വെച്ചിരിക്കുന്നു. സീതയുടെ മുഖം കണ്ടറിയാം സഹിക്കാനാവാത്ത വേദന അവൾ സഹിച്ച മട്ടുണ്ട്. സീതേ, അനിയത്തി, ഡി അനിയത്തി. സീത ഒന്ന് തിരിഞ്ഞു കിടന്നു. അപ്പൊ അവിടെ മാറണം കുറെ കൂടെ നഗ്നമായി. അല്ല, എന്താണ് അവള് ബോഡീസിനകത്ത് ഒരു കടലാസ് മടക്കി വെച്ചിരിക്കുന്നു? സീത ഉണർത്താതെ പാർവതി ആ കടലാസ് കഷ്ണം വലിച്ചെടുത്തു. അയ്യോ, ഫോട്ടോ, ദേവണ്ണന്റെ ഫോട്ടോ. അയ്യോ, ദേവണ്ണന്റെ ഫോട്ടോ. എന്റെ ദൈവമേ, ഇവൾ എന്റെ അനുജത്തിയല്ല, ഇവൾ സീതയല്ല, ഇവളൊരു വിഷപ്പാമ്പാണ്. ഇവളെ ഞാൻ മച്ചാക്കില്ല, ഇവളെ ഞാൻ വെട്ടിക്കൊല്ലും. പാർവതി അടുക്കളയിലേക്ക് ഓടി ഒരു വെട്ടുകത്തിയോട് മടങ്ങി വന്നു. ഉറങ്ങിക്കിടക്കുന്ന അനുജത്തിയുടെ കഴുത്തു നോക്കി ആജ് വെട്ടാനവൻ കൈ ഉയർത്തി. ദേവയ്യൻ അവളെ കൈക്ക് കിടന്നു പിടിച്ചു. പാർവതി തിരിഞ്ഞു നോക്കുമ്പോൾ വെളിയിൽ നിൽക്കുന്ന ദേവയ്യൻ ജാലകപ്പഴുതിലൂടെ കൈ നീട്ടി ആ വെട്ടുകത്തി പിടിച്ചു മേടിക്കുന്നു. ഇരുമ്പഴികൾ പിടിച്ചു വളച്ച അകത്ത് കടന്നു. പാർവതി, നീ എന്തായി കാണിച്ചത്? ഇവിടെ കൊലപാതകം നടക്കുമല്ലോ, ഞാൻ വന്നില്ലായിരുന്നു. നിന്റെ അനിയത്തിയല്ലേ ഇത്? പാർവതി, ഈ കിടക്കുന്ന നിന്റെ അനിയത്തിയല്ലേ? നീ അവിടെ ചേട്ടത്തിയല്ലേ? അല്ലേ പാർവതി? പാർവതി, അയ്യോ പാർവതി! അവൾ തലചുറ്റി കൊണ്ടുപോയി, ബോധം കെട്ട് കൊണ്ടുപോയി. ദേവജൻ അവളെ താങ്ങെടുത്തടുത്ത മുറിയിലേക്ക് കൊണ്ടുപോയി. കൊടിന്നവളെ പരിചരിക്കുന്നു, ശുശ്രൂഷിക്കുന്നു. അവളുടെ മുഖത്ത് വെള്ളം കുടയുന്നു. അല്പം കഴിഞ്ഞവൾ മുഖം ഉയർത്തി. അവൾ കണ്ണു തുറന്നു. ദേവണ്ണ, ദേവണ്ണ, ആരോടും പറയരുതേ, ആരോടും പറയരുതേ. ഞാൻ സീതമ്മയെ വെട്ടിക്കൊല്ലാൻ ചെന്ന കാര്യം ആരോടും പറയരുതേ. ഇല്ല, പറയില്ല. നീ ബഹളം ഉണ്ടാക്കാതെ. സീതമ്മ ഉണരും. പക്ഷെ സീതമ്മ ഉണർന്നു കഴിഞ്ഞിരുന്നു. അവൾ അകത്തേക്ക് വന്നു. അരികിൽ തന്നെ ഇരിപ്പൂദേവൻ പരിചരണാകുല ഭാവത്തിൽ, അരികിൽ തന്നെ ഇരിപ്പൂദേവൻ പരിചരണാകുല ഭാവത്തിൽ. അയ്യോ ദേവണ്ണ, അക്കനെന്താ? എന്റെ അക്കനെന്താ? സാരമില്ല. സീതമ്മയെ കണ്ടപ്പോഴേക്ക് പാർവതിക്ക് ബോധക്ഷയമായി. അയ്യോ ദേവണ്ണ, എന്റെ അക്കനെന്താ? സാരമില്ല, സീതമ്മ പോയി കിടന്നുറങ്ങ്. ഇത് ഒരു സന്നിപാത ജ്വരവാ, നേരം വെളുക്കുമ്പോഴേക്ക് സുഖമാവും. നീ പോയി കിടന്നുറങ്ങ്. നേരം പുലർന്നു. പക്ഷെ ആ സന്നിപാത ജ്വരം സുഖമായില്ല. ഡോക്ടർ വന്നു, പരിശോധിച്ചു. ഡോക്ടർ ദേവയ്യൻ അടുത്ത് വിളിച്ചു പറഞ്ഞു, മിസ്റ്റർ ദേവയ്യൻ, മിസ്റ്റേഴ്സിന് പറയത്തക്ക കുഴപ്പമൊന്നുമില്ല, പക്ഷെ ഒരു മെന്റൽ ഷോക്ക്. സൂക്ഷിക്കണം. സൂക്ഷിച്ചില്ലെങ്കിൽ ഇത് മതി ഭ്രാന്താവാൻ. ഞാൻ മരുന്ന് കൊടുത്തയക്കാം. മരുന്ന് കിട്ടി, ചികിത്സ കാര്യമായി നടക്കുന്നു. പക്ഷെ ദിവസങ്ങൾ കഴിയും തോറും പാർവതി മിസ്റ്റേഴ്സ് ക്ഷീണിച്ചു വന്നു. അവിടെ കണ്ണുകൊഴിഞ്ഞു, കവളൊട്ടി, അവൾ ആകെ വിളറി വെളുത്തു. അവിടെ തലനാരി ഊരിപോയി. ചിലപ്പോൾ ഒറ്റയ്ക്കിരുന്ന് ചിരിക്കും, ചിലപ്പോൾ കരയും.
ചിലപ്പോ എന്തൊക്കെ പെറുപിറുക്കും, ചിലപ്പോ വിളിച്ചു പറയും, ദേവണ്ണ ആരോടും പറയരുതേ, ഞാനവളെ കൊല്ലാൻ ചെന്ന കാര്യം ആരോടും പറയരുതേ. ദേവയ്യൻ അവളെ ശ്രദ്ധിക്കാറില്ല. ദേവയ്യൻ കഴിയുന്നതും പാർവതി അടുത്ത് ചെല്ലരുതെന്ന് ഡോക്ടർ പറഞ്ഞിട്ടുമുണ്ട്. ഒരു ദിവസം പാർവതി ആ വീട്ടിന് 2ാമത്തെ നിലയിലിരിക്കുകയാണ്. പൗർണമി നാൾ, പൂർണ്ണചന്ദ്രൻ ഉദിച്ചുയരുന്നു. അവൾ കണ്ടു ആ തടാക തീരത്ത് ആ പാറപ്പുറത്ത് 2 പേരിയ്ക്കുന്നു. സീതമ്മയും ദേവയ്യനും, സീതമ്മയും ദേവയ്യനും, സീതമ്മയും ദേവയ്യനും. കൊല്ലും ഞാൻ, രണ്ടിനെയും കൊല്ലും. അവൾ പിടഞ്ഞെണീറ്റ്, പക്ഷെ വീണുപോയി. അവൾ നിലത്ത് വീണു, പിടഞ്ഞു വീണു. അവൾക്ക് ത്രാണിയില്ല, അവൾക്ക് കെൽപ്പില്ല. അന്ന് രാത്രി പാർവതി ആ വീട്ടിന് മുകൾ തട്ടൊരു സംഭാഷണം കേട്ടു. അണ്ണ, ദേവണ്ണ കുടിച്ചിട്ട് കയറി വന്നോ, ഇത് വേശാലയമല്ല, ഓർമ്മ വേണം. ചുംബിച്ചിടണ്ടെന്ന് ഇന്നു നിങ്ങൾ, ചുണ്ടിൽ മദ്യത്തിന്റെ ഗന്ധമല്ലോ. സീതമ്മേ, നിനക്ക് ഇഷ്ടമല്ലെങ്കിൽ ഞാൻ മദ്യവെക്കില്ല. സ്വല്പം ഞാൻ കഴിച്ചിട്ടുണ്ട്. നിനക്ക് ഇഷ്ടമല്ല, മേലാ മദ്യവെക്കില്ല. ദേവണ്ണ, ഇത് വേശാലയമല്ല, വേശ്യാലയമല്ല, ഇത് ആശ്രമമല്ലേ. ഇത് ആശ്രമം, ഇത് പഞ്ചവടി കുടാലല്ലോ, പഞ്ചവടി ആശ്രമം. നീ സീത, ഞാൻ ശ്രീരാമൻ, പിന്നെ ശൂർപ്പണകയുണ്ട് ഇവിടെ, നിന്റെ ജ്യേഷ്ഠത്തിൽ. എന്തോ ഒരു ശബ്ദം കേട്ട് പടപടാ നിലത്തേക്ക് വീഴുന്ന ശബ്ദം. ദേവയ്യന്റെ കൈ തട്ടി സീതമ്മ ചെന്ന് നോക്കുമ്പോ പാർവതി, ഈ സംഭാഷണം കേട്ടുകൊണ്ടത് പാർവതി ആ ഗോവണിപ്പടികളിലൂടെ താഴോട്ട് പോകുന്നതാണ് നമ്മൾ കണ്ടത്. ദേവണ്ണ, എന്റെ അക്കൻ വീണു, അയ്യോ അക്കൻ വീണു. സാരമില്ല, അവൾ മരിച്ചാണ്. അയ്യോ ദേവണ്ണ, എന്റെ അക്കൻ. സാരമില്ല, നമ്മളൊക്കെ അവളെ കുഴിച്ചിട്ട് കളയാം, ഇല്ലെങ്കിൽ ദയിപ്പിച്ച് കളയാം. സീത കണ്ട കാഴ്ച പരമദയനീയമാണ്. പാർവതി ഇഴഞ്ഞിഴഞ്ഞവളുടെ മുറിയിലേക്ക് പോകുന്നു. ഒരാഴ്ച കഴിഞ്ഞ് ആ വീട്ടിൽ സിദ്ധപുരത്തുന്ന ഒരാൾ ഇരുന്നു വന്നു. പാർവതി ചിറ്റപ്പൻ. മനുഷ്യൻ ചോദിച്ചു, പെണ്ണേ, നിനക്കെന്തു പറ്റി? നീ ആകെ തകർന്നു പോയല്ലോ. എന്താ നീ ഞങ്ങളെ അറിയിക്കാൻ? എന്ത് കോലം ഇത്? ചിറ്റപ്പ, എനിക്ക് മനസ്സിന് നല്ല സുഖമില്ലായിരുന്നു കുറച്ചു നാളായി. ഇപ്പൊ ആശ്വാസമുണ്ട്. 2 ആഴ്ച കഴിഞ്ഞ് സ്കൂളിൽ പോകാമെന്ന് ഡോക്ടർ പറയുന്നു. എനിക്കിപ്പോൾ വളരെ സുഖമുണ്ട്. എന്റെ മകൻ സ്കൂളിൽ പോകുന്നില്ല. ഇനി 2 ആഴ്ച കഴിയുമ്പോൾ പാഠമൊക്കെ ഒരുപാട് കഴിഞ്ഞു പോകും. അതുകൊണ്ട് അവനെ സിദ്ധപുരത്തെ ബോർഡിംഗ് സ്കൂളിൽ കൊണ്ട് ചേർക്കണം. അതിനുവേണ്ടി ഞാൻ കത്തയച്ചത്. മോനെ, വരൂ, വലിയച്ഛനോട് ചെല്ല്. ഇതാ ഒരു വെള്ളി രൂപ ആ കുഞ്ഞിന്റെ കൈവെള്ളയിൽ വെച്ചു കൊടുത്തു. കുഞ്ഞിന്റെ ചെലവിന് വേണ്ടി 100 രൂപ അവർത്തനെ ഏൽപ്പിച്ചു. പേരക്കിടാവിനെ വിളിച്ചുകൊണ്ട് അവർത്തൻ പടിയിറങ്ങുമ്പോൾ അമ്മ ഇരുന്ന് കരയുകയായിരുന്നു. അന്ന് രാത്രി സീതമ്മ പറഞ്ഞു, ദേവണ്ണ, അക്കന് സുഖമുണ്ട്. ആര് പറഞ്ഞു? വളരെ സുഖമുണ്ട്, വളരെ പരസ്പര ബന്ധത്തോട് സംസാരിക്കുന്നു. പോയും സംസാരിച്ചു നോക്കേ, അറിയണമല്ലോ. ദേവിയൻ എഴുന്നേറ്റ് വന്നു. പാർവതി. അവൾ കണ്ണു തുറന്നു. അവൾ എഴുന്നേറ്റു. നിനക്ക് സുഖമുണ്ടോ? സുഖമുണ്ട്, വളരെ സുഖമുണ്ട്, വളരെ ആശ്വാസമുണ്ട്. ദേവണ്ണ, എനിക്കൊരു ആഗ്രഹം, ഒരു വലിയ ആഗ്രഹം ദേവണ്ണ സാധിച്ചു തരണം. നാളത്തെ ദിവസം അറിയാമല്ലോ, പുത്തരി. ഓ, ഐ സി, പുത്തരിയാണ് നാളെ. നീ പറയുമ്പോഴാണ് ഞാൻ ഓർക്കുന്നത്. എനിക്ക് ഒരു വലിയ ആഗ്രഹം. എന്താണ്, പറയൂ. മാനിറച്ചിയും കൂട്ടിയുണ്ണണം നാളെയല്ലയോ പുത്തരി, മാനിറച്ചിയും കൂട്ടിയുണ്ണണം നാളെയല്ലയോ പുത്തരി, മാനിറച്ചി വരുത്തിടാൻ വെടിക്കാരിൽ നിന്ന് തന്നെ ഞാൻ. അത് വേണ്ട, ദേവണ്ണം പോണം വേട്ടയാടാൻ. പോവതില്ല കുറച്ചുകാലമായി, പോവതില്ല നായാടുവാൻ. ദേവണ്ണൻ എവിടെന്നെങ്കിലും തോക്കെടുത്തോണ്ട് ഒരു വെളിയിൽ പോണ്ട, കാട്ടിൽ പോണ്ട, ഇവിടെ ഇരുന്നുകൊണ്ട് ഒരു പുള്ളിമാനെ വെടിവെക്കാം. അണ്ണാ, ഞാൻ കുറച്ചു ദിവസമായിട്ട് കാണുന്നു ആ തടാക തീരത്ത് ഒരു പുള്ളിമാൻ വന്ന് വെള്ളം കുടിച്ചിട്ട് പോകുന്നു. ഇവിടെ ഇരുന്നാൽ നമുക്കതിനെ ഒരു പ്രയാസമില്ല, അതിന് വെടിവെക്കാം. നീ സത്യമാണ് പറയുന്നത്? സത്യമല്ല, ഞാൻ പറഞ്ഞിട്ടുണ്ടോ? ദേവണ്ണം പുറത്തേക്ക് പോയി തിരികെ വന്നൊരു തോക്കുമായിട്ടാണ്. പാർവതി, ഞാൻ മുകൾ തട്ടിലിരിക്കാം. അവിടെ ഇരുന്നാൽ ആ തടാക തീരം നമുക്ക് കുറച്ചുകൂടെ വ്യക്തമായിട്ട് കാണാം. നീ ഇവിടെ ഇരുന്നോളൂ. അന്തിമയങ്ങി ദേവയ്യനാ മാളിക ചാരുപടി മേലിരുന്നു. താഴത്തടാകത്തിൽ പുള്ളിമാനെത്തുന്ന നേരവും പാർത്തങ്ങിയിരുന്നു. വന്നില്ല പുള്ളിമാൻ കാത്തവരക്ഷമം, വന്നില്ല പുള്ളിമാൻ താഴെ. തൊട്ടടുത്തിരിക്കുന്ന സീതയോട് അയാൾ പരിഭവിച്ചു പറയുന്നു, സീതേ, നിന്റെ ജ്യേഷ്ഠതയ്ക്ക് തോന്നിയതാണെന്നേ അങ്ങനെ പുള്ളിമാൻ വന്നെന്ന്. അല്ല ദേവണ്ണ, നീ തടാക തീർത്ത് വന്നു ഒരു പുള്ളിമാൻ, നോക്ക്, വെടിവെക്ക്. ശരിയാണ്, ഒരു പുള്ളിമാൻ വന്ന് വെള്ളം കുടിച്ച് തലയുയർത്ത് നോക്കുന്നു. നീ ബഹളം ഉണ്ടാക്കതേ, ഞാൻ ഉന്നം പിടിക്കട്ടെ. സീതയുടെ തോളിൽ തോക്ക് വെച്ചയാൾ ഉന്നം പിടിച്ചു.
ഉന്നം പിഴച്ചില്ല, തോക്കൊഴിഞ്ഞു. കാട്ടിൽ ചെന്നലച്ചു ഘോര ശബ്ദം. സീതമ്മേ, അത് വീണു, ഞാൻ എടുത്തോണ്ട് വരാം. അയാൾ പെട്ടെന്ന് ആ തടാക തീരത്തെത്തി. ടോർച്ചടിച്ച് നോക്കുമ്പോൾ പുള്ളിമാനല്ല, പാർവതി, ദേവന്റെ പുള്ളിമാൻ വീണുകിടപ്പൂ. നെറ്റിക്കാണ് വെടിയേറ്റിരിക്കുന്നു, രക്തമൊഴുക്കുന്നു. ആ പച്ച പുൽത്തകടിയിൽ മരിച്ചു വീണ് കിടക്കുന്നവരുടെ കയ്യിൽ ഒരു കടലാസ് കഷ്ണം എഴുതെടുത്തു. പ്രാണേശ്വര, ഏകുന്നോർ അന്ത്യോപഹാരമായി സീതയെ സ്വീകരിക്കണമേ ദേവാ. ഏകുന്നൊരന്ത്യോപഹാരമായി സീതയെ സ്വീകരിക്കണമേ ദേവാ. പോവുന്നു ദേവാ നിൻ പുള്ളിമാൻ നേരുന്നു, ഭാവുകമൻ ദേവദേവാ, ഭാവുകമൻ ദേവദേവാ, ഭാവുകമൻ ദേവദേവാ.